വിവാദമായ എടപ്പാൾ ഭൂമി കയ്യേറ്റം പുതിയ വഴിത്തിരിവിൽ. സർവേ ചെയ്തത് പ്രകാരം MP തെയ്യൻ മേനോന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മേൽപ്പാലത്തിന് താഴെയാണെന്ന് കണ്ടെത്തി. അതേസമയം പെട്രോൾ പമ്പ് നിൽക്കുന്ന ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റോഡിലേക്ക് 3 മീറ്ററോളം ഇറങ്ങിയിട്ടാണെന്നും കണ്ടെത്തി. സംഭവത്തിൽ വ്യക്തത വരുത്തുന്നതിനും കൃത്യമായ അളവ് ലഭിക്കാൻ ഡിജിറ്റൽ സർവേ ചെയ്യാൻ ആവശ്യമായ ഇടപെടൽ നടത്താനാണ് തീരുമാനം. എടപ്പാൾ ടൗണിൽ അന്യാധീനപ്പെട്ട് കിടന്നിരുന്ന MP തെയ്യൻ മേനോന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് AIYF ജില്ലാ പ്രസിഡന്റ് EV അനീഷ്, DCC സെക്രട്ടറി EP രാജീവ് എന്നിവർ നൽകിയ പരാതിയെ തുടർന്ന് ജില്ലാ സർവേ സൂപ്രണ്ട് സിന്ധു പ്രേംലാലിന്റെ നേതൃത്വത്തിൽ റീസർവേ നടത്തി. പട്ടാമ്പി റോഡിൽ സഫാരി മൈതാനി പരിസരത്ത് നിന്ന് ആരംഭിച്ച സർവേ പ്രകാരം തെയ്യൻ മേനോന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മേൽപ്പാലത്തിന് താഴെയാണെന്ന് കണ്ടെത്തി. അതേസമയം പെട്രോൾ പമ്പ് നിൽക്കുന്ന ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ അതിർത്തി പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റോഡിലേക്ക് 3 മീറ്ററോളം ഇറങ്ങിയിട്ടാണെന്നും കണ്ടെത്തി. അത് പ്രകാരം ആനുപാതികമായ അളവ് സ്ഥലം പമ്പുടമയുടെ പറമ്പിൽ നിന്ന് കുറയേണ്ടതാണ്, എന്നാൽ അത് കുറഞ്ഞിട്ടുമില്ല. ഇതാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത്. എടപ്പാളിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് AIYF നൽകിയ പരാതിയെ തുടർന്ന് ഇന്ന് മലപ്പുറത്തെ ജില്ലാ സർവേ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഹെഡ് സർവേയുടെ സാന്നിധ്യത്തിൽ ഇന്ന് സർവേ നടപടികൾ എടപ്പാളിൽ പൂർത്തിയായി. ഈ സർവേ നടപടികൾ പൂർത്തിയായ സമയത്ത് ഇന്ന് ബോധ്യമായത്, നിലവിൽ AIYF ആരോപിക്കപ്പെട്ടതുപോലെ AIYFും മറ്റ് സംഘടനകളൊക്കെ ആരോപിക്കപ്പെട്ടതുപോലെ തന്നെ ഈ പമ്പിൻ്റെ ഉടമസ്ഥരുടെ ബൗണ്ടറി നിശ്ചയിക്കുന്നതിൽ അപാകത കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പമ്പിൻ്റെ ഉടമസ്ഥരുടെ ബൗണ്ടറി എന്ന് പറയുന്നത് PWD അധീനതയിലുള്ള റോഡിലാണ്. സ്വാഭാവികമായും അത്രയും സ്ഥലം ഈ പമ്പിൻ്റെ ഉടമസ്ഥരുടെ ഭൂമിയിൽ നിന്ന് കുറവ് വരേണ്ടതാണ്. പക്ഷേ ഈ അളന്ന സമയത്ത് ഈ കൃത്യമായ ഭൂമി പമ്പിൻ്റെ കൈകളിലുണ്ടെന്നും അതേസമയം ബൗണ്ടറി കാണുന്നത് ഏതാണ്ട് PWD അധീനതയിലുള്ള ഭൂമിയിലേക്ക് 2.5 മീറ്ററോളം മാറിയാണ്. ആ 2.5 മീറ്ററിന് കുറവ് വരുന്നതിന് പകരം അത്രയും ഭൂമി തന്നെ ഈ പമ്പിൻ്റെ കൈവശമുള്ളതായിട്ടാണ് കാണുന്നത്. തൃശൂർ റോഡിലുണ്ടായിരുന്ന സർവേ കല്ല് കാണാൻ കഴിയാത്തതും കൃത്യമായി അതിർത്തി നിർണ്ണയിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട്. പമ്പിന്റെ അതിർത്തി 3 മീറ്ററോളം റോഡിലേക്ക് പോയിട്ടും പമ്പിന്റെ മൊത്തം അളവിൽ കുറവ് വരാത്തതിൽ അപാകതയുണ്ടെന്ന് EV അനീഷും EP രാജീവും ആരോപിച്ചു. പമ്പിന്റെ സ്ഥലം മാത്രം അളന്ന് വ്യക്തത വരുത്തുന്നതിനും കൃത്യമായ അളവ് ലഭിക്കാൻ ഡിജിറ്റൽ സർവേ നടത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും ഇവർ അറിയിച്ചു. ജില്ലാ ഹെഡ് സർവേയർ ജയകുമാരി, താലൂക്ക് സർവേയർ നാരായണൻകുട്ടി, പരാതിക്കാരായ EV അനീഷ്, EP രാജീവ്, പ്രഭാകരൻ നടുവട്ടം, PV ബൈജു, പമ്പുടമ പ്രതിനിധികൾ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. NCV ന്യൂസ്, എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.